കുറേ നാൾ കൂടി ഇന്നലെ ഒരാൾ നിയമസഭയിലിരുന്ന് ചിരിക്കുന്നത് കണ്ടു. പ്രത്യേകിച്ച് അങ്ങേരെ ഈ അടുത്ത കാലത്തൊന്നും പുറത്ത് കാണാനില്ലായിരുന്നു. ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം പിന്നെ കാണുന്നത് ഒരു ആശുപത്രിയുടെ നടയിൽ ചെന്നിരുന്ന് വെല്ലുവിളിക്കുന്നതാണ് സർക്കാരിനെ. പ്രത്യേകിച്ച് ഈ നിപ്പയൊക്കെ വല്ലാതെ ആശങ്ക പടർത്തുന്ന ഒരു സമയത്താണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, മുഹമ്മദ് റിയാസ് വിജയന്റെ മരുമകനും ED 29-ാം തീയതി വിളിച്ചിരിക്കുന്ന വീണ തൈക്കണ്ടിയുടെ ഭർത്താവുമായ പഴയ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ ഇപ്പോ ബേപ്പൂർ MLA മുഹമ്മദ് റിയാസ് ഇന്നലെ നിയമസഭയിലിരുന്ന് അമ്മായി അച്ഛൻ എന്തോ പറയുന്നത് വെല്ലുവിളിക്കുന്നതൊക്കെ കേട്ട് രോമാഞ്ചം ഉണർന്ന് കക്കക്കാന്ന് പറഞ്ഞ് ചിരിക്കുന്നത് കേട്ടു. ഈ വീണ വിജയന്റെ കേസ് ഇനി എന്താകും എന്നൊരു ആശങ്ക പിണറായി കുടുംബത്തിനുണ്ട്. കാരണം കുടുംബത്തിലെ മറ്റൊരംഗത്തിനു കൂടി ഇതിൽ ചെറിയ പങ്കുണ്ട് എന്നൊക്കെ, ചെറിയതല്ല നല്ല വലിയ രീതിയിൽ പങ്കുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി, EDക്ക് കൃത്യമായി മനസ്സിലായി. അതുകൊണ്ട് ED അക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്താൻ പോവുകയാണ്. പ്രത്യേകിച്ച് അബുദാബിയിലെ കൊമേഴ്ഷ്യൽ ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ ഇടപാടുകൾ, പണത്തിന്റെ ഇടപാടുകൾ നടന്നതും ഈ ജോയിന്റ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഇടപാടുകളെ കുറിച്ചുമൊക്കെ ED കൃത്യമായി അന്വേഷിക്കാൻ ഒരുങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ കുടുംബം ഒന്നടങ്കം ജയിലിനകത്തേക്ക് പോകുമോ എന്ന് കണ്ടറിഞ്ഞാൽ മതി. ഈ പോകുന്ന വഴിക്ക് റിയാസ് മുങ്ങുമോ എന്നുള്ളതും കാണേണ്ടിയിരിക്കുന്നു. 29-ാം തീയതി വീണയ്ക്ക് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണം. സമൻസ് അയച്ച് വിളിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ പപ്പും പൂടയും ഒക്കെ ED പിടിതെടുക്കുമോ വലിച്ചെടുക്കുമോ എന്നൊക്കെ ഉള്ളത് കണ്ടു തന്നെ അറിയണം. കരിമണൽ കർത്ത അറിയില്ല എന്ന് പറയുമോ, ആരാണ് കരിമണൽ കർത്ത എന്ന് ചോദിക്കുമോ എന്നൊക്കെയുള്ള ആശങ്ക കേരളത്തിനുണ്ട്. കാരണം പഠിച്ച കള്ളിയാണ്. ഇതുവരെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാണ് EDയെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം അറിയാം, ഞങ്ങൾക്കെല്ലാം അറിയാം, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു എന്നാണ് ED പറയുന്നത്. അപ്പോൾ വീണ തേക്കണ്ടിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം 29-ാം തീയതി ഉണ്ടാകും. പരസ്പര വിരുദ്ധമായ മൊഴികളാണ് SFIOയ്ക്കും EDക്കും നൽകിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. 134 പേജുള്ള വീണ SFIOയ്ക്ക് നൽകിയ മൊഴി കോടതി EDക്ക് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. SFIO അതിൽ ചില നാടകീയമായ രീതികൾ കാണിക്കുന്നുണ്ട്. ഇതുവരെ അത് റിപ്പോർട്ട് കൊടുക്കാതെ ഇരുന്നു. ഇനി റിപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ സാരമില്ല, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ED പറയുന്നത്. ഇതിനപ്പുറം ഒരു കാര്യമുള്ളത്, ഈ 26 എണ്ണം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ. വീണയ്ക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അന്തങ്ങൾ 26 എണ്ണം ജയിലിൽ കിടക്കുന്നുണ്ട്. ഈ ജയിലിൽ കിടക്കുന്ന അന്തങ്ങളെ മാത്രമല്ല, ഈ ജയിലിൽ കിടക്കുന്ന അന്തങ്ങളെ പറഞ്ഞു വിട്ട മൂത്ത അന്തങ്ങളുണ്ടല്ലോ, ആ മൂത്ത അന്തങ്ങളുടെ വിവരങ്ങൾ, അല്ലെങ്കിൽ ആ മൂത്ത അന്തങ്ങളെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല, എന്തുകൊണ്ട് അവരെ പിടിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടി സ്വീകരിച്ചില്ല എന്ന് അങ്ങ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു അടിയന്തര റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസവും ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഇപ്പോൾ നിർണായകമായ ചില മുന്നോട്ട് പോക്കുകൾ ഉണ്ടാകുന്നു എന്നുള്ള വിവരങ്ങളാണ് പറയുന്നത്. അതായത് ED ആക്രമിക്കാൻ വിജയന്റെ ഗുണ്ടകൾക്ക് അനുവാദം നൽകിയതാരാണ്? EDയെ ആക്രമിക്കണം എന്ന ഗൂഢാലോചന നടത്തിയതാരാണ്? EDയെ ആക്രമിക്കാനായി ആളെ മുഴുവൻ വിളിച്ചുകൂട്ടി, വട്ടം കൂട്ടി, കല്ല്, കമ്പി, മുട്ട, പിന്നെ ചില്ലുകൾ, ഇതൊക്കെ പൊടുന്നനെ, ഇഷ്ടിക അടക്കം പൊടുന്നനെ അവിടെ ഉണ്ടായത് എങ്ങനെയാണ്? ഇതൊക്കെ സതീശന്റെ പോലീസ് അല്ലെങ്കിൽ ചെന്നിത്തലയുടെ പോലീസ് ചോദിച്ചില്ലെങ്കിലും പ്രധാനമന്ത്രിയുടെ പോലീസ് ചോദിക്കും, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അന്വേഷണ ഏജൻസി ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ മൂത്തു നിൽക്കുന്ന കുറെ സഹാക്കൾ ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വലുതാണ്. വീണ ഇപ്പോ EDക്ക് മുന്നിലെത്തി. വീണ EDക്ക് മുന്നിലെത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് വീണ കറുത്ത കാറിൽ, കറുത്ത മാസ്കിൽ വന്നിറങ്ങി. ആ കാറിന്റെ വിവരങ്ങൾ പോലെ രഹസ്യമാണ്. അത് പരിവാഹൻ സൈറ്റിൽ ഒന്നും ചോദിച്ചാൽ ആ 40 ലക്ഷം രൂപയുടെ കാറാണ്, ആരാണ് ആ കാർ കൊടുത്തത്, ആരുടെ കാറാണ്, ഒന്നും അറിയാൻ കഴിയില്ല. അത്ര ഏതോ വ്യവസായിയുടെ എന്നൊക്കെ പറയുന്നുണ്ട്, അതൊന്നും അറിയില്ല. എന്തായാലും വീണ അകത്തേക്ക് കയറി 8-9 മണിക്കൂർ അതിന്റെ അകത്തിരുന്ന് ഇടിച്ചിഞ്ച പരുവമാക്കി ED പിഴിഞ്ഞെടുത്തു എന്നാണ് കേൾക്കുന്നത്. കാരണം അവരുടെ ഒരു ആത്മാഭിമാന പ്രശ്നം കൂടി ഉണ്ടല്ലോ. അവരെവിടെ വന്നപ്പോ ആക്രമിച്ചത് ഈ പിന്നെ വീണ തൈക്കണ്ടിക്ക് വേണ്ടിയാണ് എന്ന് EDക്ക് നന്നായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് ED വെറുതെ ഇരിക്കില്ല, ED കൃത്യമായി ചോദ്യം ചോദിക്കും.
ഇതിനിടയ്ക്ക് റിയാസിലേക്ക് കൂടി അന്വേഷണം പോകുമോ എന്ന ചോദ്യം കാരണമൊക്കെ വരുന്നുണ്ട്. കാരണം റിയാസ് വന്നതിന് ശേഷം കരിമണൽ കർത്തയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, റിയാസ് വരുന്നതിന് മുൻപാണോ സാമ്പത്തിക ഇടപാടുകൾ നടന്നത്? കാരണം റിയാസിന്റെ വീടും കയറി ഇറങ്ങി നിരങ്ങി ഇടി പരിശോധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഉണ്ടാകാൻ പോകുന്ന പിന്നെ ഭവിഷ്യത്തുകൾ അത് വിജയന് പോലും താങ്ങാൻ കഴിയുമോ എന്നതാണ് സംശയം. എൻ്റെ മകളെ കുറിച്ചൊരക്ഷരം മിണ്ടിയാൽ ഞാൻ വെറുതെ വിടില്ല. നിഷ്കളങ്കരായ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞാൽ നാട്ടിലിരിക്കുന്നവരെ മുഴുവൻ അടച്ചാക്ഷേപിക്കാം, അവരെ കണക്ക് പുറത്തെന്ന് പറയാം, അവരെ പുച്ഛിക്കാം, അവരെ പിന്നെ അടിമകളെ പോലെ കാണാം. പക്ഷെ വീട്ടിൽ ഇരിക്കുന്ന മകളെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ എൻ്റെ സ്വഭാവം കാണും. പഴയ വിജയനായിരുന്നെങ്കിൽ ഈടിയെ പിടിച്ചങ്ങ് മൂക്കിക്കയറ്റിയനെ. പുതിയ വിജയനായതുകൊണ്ട് മാത്രമാണ് മൂക്കിക്കയറ്റാതെ ഇങ്ങനെ ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. പഴയ വിജയൻ ഈ ഊരിപ്പിടിച്ച വടിവാളിനോട്, ഈ വടിവാളെന്ന് വരില്ല പലപ്പോഴും, അക്ഷരമൊക്കെ മാറിപ്പോവും. നാക്കിങ്ങനെ ശ്രദ്ധിച്ച് പിടിച്ചാണ് വടിവാൾ എന്നൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഊരിപ്പിടിച്ച വടിവാളിനോ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ വടിവാൾ ഊരിപ്പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ ഇങ്ങേര് എന്തിനാ അതിൻ്റെ ഇടയിൽ കൂടെ വന്നത്? അത് ഊരിപ്പിടിക്കാതിരിക്കുമ്പോൾ വന്നുകൂടെയായിരുന്നോ? അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. ഊരിപ്പിടിച്ച വടിവാളിനിടയിലൂടെ നടന്നു വന്ന വിജയൻ സൂര്യനെയും ചന്ദ്രനെയും ഭയമില്ല. ഈ സൂര്യനെയും ചന്ദ്രനെയും നമുക്കാർക്കും ഭയമില്ല. മാസ് ഡയലോഗൊക്കെ അടിക്കുന്നത് എന്താ എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് മനസ്സിലാവില്ല. അതെന്തോ ആയിക്കൊണ്ടോട്ടെ, പ്രായാധിക്യം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. നമ്മൾ ഇനി അതൊക്കെ പറഞ്ഞ് ഇനി അതിൻ്റെ പുറകെ പോയി അതൊക്കെ ഒന്നുമില്ല. ഇപ്പോൾ മോളകത്താകുമോ ഇതാണല്ലോ ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മോളകത്താകുന്ന സമയത്ത് മോളെ മരുമോൻ കൈവിടുമോ, അച്ഛൻ കൈവിടുമോ, അമ്മ കൈവിടുമോ, ഇതൊക്കെയാണ് ഇപ്പൊ ചിന്ത. എന്തായാലും ശൈലജ ടീച്ചറും റിട്ടാസും പിന്നെ മറ്റേ മുതിർന്ന നേതാക്കളും കൃഷ്ണദാസും മുതിർന്ന നേതാക്കളടക്കം പറഞ്ഞു, ഞങ്ങൾക്കിനി ഈ പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടാനില്ല, ഇത് വീണ ഒറ്റയ്ക്ക് വരുത്തി വെച്ചതല്ലേ, അപ്പോൾ വീണയാണല്ലോ പണമൊക്കെ വാങ്ങിച്ചത്, ആ രീതിയിലല്ല, അവർ ആ രീതിയിലാണ് ഒന്ന് പറഞ്ഞു വെച്ചത്. അതൊക്കെ വീണ ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവർ സ്വന്തമായൊക്കെ കമ്പനി തുടങ്ങിയിട്ട് അവരാരിൽ നിന്നൊക്കെ പണം വാങ്ങും. ആ പണത്തിൻ്റെയൊക്കെ സോഴ്സ് തിരഞ്ഞു പോകാനല്ല ഇവിടെ സഹാക്കൾക്ക് ജോലി തീർത്ത്. പിണറായിയെ മൂടോട് അവർ വെട്ടി, മോളെ തലയ്ക്കും അങ്ങ് വെട്ടി, രണ്ടിനെ വെട്ടി വീഴ്ത്തി അവിടെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പിണറായി വിജയന്റെ ഈ 100 കണക്കിന് രേഖകളാണ് വീണയ്ക്കെതിരെ കിട്ടിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇ.ഡി പരിശോധിച്ചപ്പോൾ ഇ.ഡിക്ക് കിട്ടിയ രേഖകൾ ശക്തമായ നീക്കങ്ങൾ വീണയ്ക്കെതിരെ നടത്താനാണ് ഇ.ഡി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. CMRLന്റെ 2013-18 കാലയളവിൽ സാമ്പത്തിക ഇടപാടുകളിലും ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ നിന്നാണ് തുടക്കം. വീണയുടെ സ്ഥാപനത്തിന് നൽകാത്ത സേവനത്തിന്റെ പേരിലും വായ്പയായും പണം കൈമാറിയെന്ന് ആദായ നികുതി ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട്. എക്സാലോജിക്കിന് 2.78 കോടി രൂപ കൈമാറിയെന്ന കണ്ടെത്തലിൽ SFIO ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇ.ഡി അന്വേഷണം. CMRL ഇ.ഡി പരിശോധന നടത്തി. കഴിഞ്ഞ ഏപ്രിലിൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ K. സുരേഷ് കുമാർ, സീനിയർ മാനേജർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആദായ നികുതി ഇത് പിന്നെ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ ഈ ഒരു രേഖകൾ പരിശോധിച്ചത്. രേഖകൾ ലഭിച്ച ശേഷം വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കൊച്ചിയിലെ ഓഫീസിലാണ് വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. ഇത്തവണ രേഖകളെല്ലാം നിരത്തി വെച്ചുകൊണ്ടുള്ള ഒരു പരിശോധന തന്നെയാകും ഇ.ഡിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യാവലികൾ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ റിയാസിനോടൊപ്പം വന്ന റിയാസ് വീണയും ഇട്ടിട്ട് ഒറ്റയ്ക്ക് ഓടി തള്ളി എന്നാണ് കേൾക്കുന്നത്. കാരണം അന്വേഷണം എത്തിയാൽ അത് റിയാസിന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും. കാരണം വീണ്ടും ഇടതുപക്ഷ അധികാരത്തിലേറിയാൽ മുഖ്യമന്ത്രിയാകാം എന്നൊക്കെയുള്ള ഒരു വല്ലാത്ത മോഹമൊക്കെ റിയാസിനുണ്ടായിരുന്നു. ഷംസീറിനെ വെട്ടിയിട്ടാണ് റിയാസിനെ പിടിച്ച് പിന്നെ മന്ത്രി കസേരയിൽ കയറ്റിയിരുത്തിയത്. ആ ചുരുക്ക് ഷംസീറിനുമുണ്ട്. അപ്പോൾ മൂന്നാമത് പിണറായി സർക്കാർ വരുമ്പോൾ പിന്നെ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാകാം എന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ ഒന്നും നടന്നില്ല. കാരണം ജനങ്ങൾ 8 നിലയിൽ പൊട്ടിച്ച് വീട്ടിൽ പോയിരിക്കുന്നു. എന്നിട്ടും വീട്ടിൽ പോയിരിക്കൂല. പിന്നെയും പ്രതിപക്ഷ നേതാവായി വന്ന് ഈ പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെന്നാണ് സഹാക്കൾ പറയുന്നത്. എല്ലാ രീതിയിലും പിണറായിക്ക് ഒരു തിരിച്ചടിയുടെ കാലമാണ്. കണ്ടകശനി കൊണ്ടേ പോകൂ. ഇപ്പൊ PC ജോർജ് ഒക്കെ പറയുന്നത് പോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഇനിയെങ്കിലും ഒന്ന് വീട്ടിൽ പോയി ഇരുന്നൂടെ മനുഷ്യ എന്നാണ് അവരും ചോദിക്കുന്നത്. പക്ഷെ പോയിരിക്കൂല. ഇനിയും പാർട്ടി എങ്ങനെ നശിപ്പിച്ച് നാരായണക്കല്ലടിപ്പിക്കാം എന്നതിനെ കുറിച്ചൊരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിജയൻ. എന്തായാലും റിയാസ്
മുങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വീണയ്ക്ക് പിടിമുറുകുമ്പോൾ റിയാസ് ഓടി തള്ളും.